ഒരുമിച്ച് നമുക്ക് ഇന്നും ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചന പഠനത്തിൻ്റെ സൗകര്യത്തിനായി ദൈവത്തിന് സ്തോത്രം. നമുക്കതിന് സമയങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ ഒരുക്കി തന്നല്ലോ. ആ സാഹചര്യങ്ങളെ ദൈവവചന പഠനത്തിനായിട്ട് വിനിയോഗിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളിൽ അതിനുവേണ്ടി കർത്താവ് നൽകിയിട്ടുള്ള ആഗ്രഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ പിന്നെയും അനുഗ്രഹിക്കട്ടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് പ്രവേശിച്ചു. 21, 22 അധ്യായങ്ങൾ. നാം അവിടെ കാണുന്നത് നിത്യതയെ സംബന്ധിച്ചാണ്. ഇറ്റേണിറ്റി, നിത്യത. ആ നിത്യതയിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങളെ കാണുന്നു. 3 എല്ലാം പുതിയതാണ്. പക്ഷേ എടുത്തു പറയത്തക്കതായിട്ട് 1 പുതിയ ആകാശം, 2 പുതിയ ഭൂമി, 3 പുതിയ യെരുശലേം. By now, the current universe is disintegrated, dissolved. Electrons, protons, neutrons, everything is disintegrated. No more Satan, no more evil spirits, no more Antichrist, false prophet, no more wicked ones. All are eternally punished, put into eternal hellfire. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് വെച്ചാൽ എ ന്യൂ യൂണിവേഴ്സ് റീപ്ലേസിംഗ് ദ ഓൾഡ്. പഴയതിനെ മാറ്റുന്നു, തീ കൊണ്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു. The perverted, the polluted, the sinful, unclean, abominable universe itself is cleansed with fire. മനുഷ്യന്റെ, പിശാചിന്റെയും ദൂതന്മാരുടെയും ഒക്കെ പാപം നിമിത്തം പങ്കിലമായി തീർന്ന പ്രപഞ്ചത്തെ കർത്താവ് അഗ്നിശോധനയാൽ ശുദ്ധീകരിച്ചെടുക്കുന്നു. അതിനെ ഇല്ലാതെയാക്കി അതിനു പകരം പുതിയതൊന്ന് സ്ഥാപിക്കുന്നു. 20-ാം അധ്യായത്തോടുകൂടെ നമ്മൾ കാണുന്നു ആകാശവും ഭൂമിയും സമുദ്രങ്ങളും ഒഴിഞ്ഞു പോകുന്നു. സാത്താനെയും അവന്റെ ദൂതന്മാരെയും അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളുന്നു. അനുസരണം കെട്ടവരായി, ദുഷ്ടന്മാരായി, പാപികളായി, ദൈവത്തിന് കീഴ്പ്പെടാത്തവരായി ഉള്ള സകല മനുഷ്യ സമൂഹത്തെയും പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ട നിത്യാഗ്നിയിലേക്ക് ഉപേക്ഷിക്കുന്നു. അങ്ങനെ സാത്താനില്ലാത്ത, സാത്താന്യ ദൂതന്മാരില്ലാത്ത, പാപികളും മത്സരികളും ദുഷ്ടന്മാരും ഇല്ലാത്ത അവരെല്ലാവരും നിത്യ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും ദൈവം സൃഷ്ടിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ ഒരാശയം വ്യക്തമാകുന്നു. നരകമെന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ലെന്ന്.
നമ്മൾ നരകത്തെപ്പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു വിട്ട കാര്യമാണ്. നരകം മറ്റൊരു പ്ലാനറ്റ്, മറ്റൊരു ഗ്രഹമാണ്. ഇതുവരെ അതിൻ്റെ ഇനാഗുറേഷൻ നടന്നിട്ടില്ല എന്ന് മാത്രം. അത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതല്ല. നമ്മിൽ തന്നെ പലരും, നമ്മിൽ എന്ന് പറഞ്ഞാൽ ദൈവമക്കളിൽ തന്നെ പലരും ചിന്തിക്കുന്നത് പോലെ ഭൂമി കുഴിച്ച് താഴോട്ട് ചെല്ലുമ്പോഴുള്ള ഏതോ ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നരകമെന്ന് ഉണ്ട്. അല്ല. ഒരുപക്ഷെ ഈ ഭൂമി എന്ന പ്ലാനറ്റിനെ, ഗ്രഹത്തേക്കാൾ വലിയ മറ്റൊരു ഗ്രഹമാകണം നരകം. കാരണം ഈ ഭൂമിക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അധികം ജനസംഖ്യ കാണും നരകത്തിൽ. ഈവൻ വെള്ളസിംഹാസന ന്യായവിധി പോലും ഈ ഭൂമിയിലായിരിക്കില്ല. ഈ ഭൂമിക്ക് അത്രയേറെ മനുഷ്യരെ ഒരുപക്ഷെ ഉൾക്കൊള്ളാനുള്ള ത്രാണിയില്ല. അപ്പൊ ഈ ഭൂമി ഇല്ലാതെയാകുന്നതോടുകൂടെ നരകമില്ലാതെയാകുന്നില്ല. കാരണം നരകം ഈ ഭൂമിയിലല്ല. നമ്മൾ നേരത്തെ പഠിച്ച ആശയം ഇവിടെ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്. Since this earth is no more, by Revelation 21, this earth is fully dissolved. This universe is fully dissolved or disintegrated. What happens to the hell? If the hell could have been or would have been on this earth or somewhere beneath this surface of the earth, then hell also would have been dissolved or disintegrated. But not at all. Hell is not in this world or on this earth or within this earth. It should be another planet, maybe another universe itself, which are still hidden from the eagle eyes of even NASA. ശാസ്ത്രലോകത്തിന്റെ കഴുകൻ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ധാരാളം പ്രപഞ്ച സത്യങ്ങളുണ്ട്. ഒരുപക്ഷെ വേറെ പ്രപഞ്ചങ്ങൾ തന്നെ ഉണ്ടാകാം. അനദർ യൂണിവേഴ്സ്, വേറെ പ്രപഞ്ചങ്ങൾ തന്നെ ഉണ്ടാകാം. അതിൽ ഏതോ ഒരു ഗ്രഹമാണ് ഈ നരകം എന്ന് പറയുന്നത്. ഭൂമിയേക്കാൾ വളരെ വലിപ്പമുള്ള ഒരു സ്ഥലമായിരിക്കാം. Hell should be bigger and bigger than this earth, because the inhabitants in the hell may not be contained in this earth. That much it is populated. ലോകത്ത് ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു സമൂഹമായിരിക്കും നരകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ അഗ്നിയാൽ ശുദ്ധീകരിക്കുന്ന വഴിക്ക് നരകത്തിനൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഇതിൽ നിന്ന് അകന്നാണ് നരകം. അപ്പോൾ ആ നരകത്തിൽ സാത്താനും അവന്റെ കൂട്ടരും, ദൂതന്മാരെല്ലാവരും, സാത്താന്റെ ദൂതന്മാരായ ദൂതന്മാർ, കൂടാതെ സാത്താനെ അനുസരിച്ച് ജീവിച്ച മനുഷ്യരും നിത്യശിക്ഷാവിധി അനുഭവിക്കുന്നു. അങ്ങനെ അവരാരുമില്ലാത്ത, പാപമില്ലാത്ത, മരണമില്ലാത്ത ഒരു പുതിയ ലോകം. സ്തോത്രം. അതാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അതിൽ ഇന്നത്തെ പല ഗ്രഹങ്ങളും ഉണ്ടായിരിക്കില്ല. സൂര്യനും
ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൾപ്പെടെ പല ഗ്രഹങ്ങളും പല പ്ലാനറ്റ്സും ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ സമുദ്രം പോലും ഇല്ല. This new earth and new heaven will be quite different from the present earth, the present universe, and even the millennial universe. ഇപ്പോൾ ഉള്ള പ്രപഞ്ചത്തിൽ നിന്നും ആകാശഭൂമികളിൽ നിന്നും വ്യത്യസ്തമായതാണ് ദൈവം സ്ഥാപിക്കാൻ പോകുന്നത്. മാത്രമല്ല 1000 ആണ്ട് വാഴ്ചയിലെ ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും തന്നെ വ്യത്യസ്തമായ ഒരു ലോകമാണ് അല്ലെങ്കിൽ പ്രപഞ്ചമാണ് ദൈവം സൃഷ്ടിക്കാൻ പോകുന്നത്. അതെടുത്തു പറഞ്ഞത് ചിലർ കരുതുന്നത് ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്നത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് സഹസ്രാബ്ദ ലോകത്തെക്കുറിച്ചാണെന്ന്. ആവർത്തിക്കുന്നു, ചിലർ ചിന്തിക്കുന്നത് സഹസ്രാബ്ദ ലോകത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ ഭൂമിയെ സംബന്ധിച്ചാണ് ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന. അല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇന്നത്തെ ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ ഭൂമി ആകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മൂന്നും. The current heavens and the earth and the millennial heavens and the earth and the new heaven and the earth, all three are three different entities, not the same, as many people misunderstand. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇത് മൂന്നും ഒന്നല്ല. ഒന്നാണെന്ന് ചിന്തിക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയ അടം വരെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇന്നലെ നമ്മൾ എളുപ്പം അങ്ങ് നിർത്തി സംശയം ചോദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ശേഷിക്കുന്നെങ്കിൽ ചോദിച്ചാട്ടെ. അല്ല, ഇന്നലെ പറഞ്ഞത് നമ്മൾ നിർത്തിയത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ, അങ്ങനെ പറഞ്ഞ നിർത്തിയത്. അതെ, അതിന്റെ പക്ഷേ ചിലര് പറയുന്നല്ലോ അവിടെ ചെന്ന് നമുക്ക് ലക്ഷറി വില്ല ഉണ്ട്, 4 റൂം ബെഡ്റൂം ആണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ? നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ഉടക്കി കിടക്കുന്നത് ഇവിടുത്തെ ഒരു എന്താണ് പറയുന്നത് കാര്യപരിപാടികളില്ല, ഒരു ഹ്യൂമൻ തിങ്കിങ്ങില്ല. നമ്മളിപ്പോൾ ഈ പഠിച്ചതുപോലെ റിസറക്ഷൻസ്, പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാന ശരീരത്തെക്കുറിച്ചും ഒക്കെ പല സ്ഥലങ്ങളിലും സഭകളിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളപ്പം ഇതുപോലെ ചോദ്യോത്തര വേളയിൽ പലരും ചോദിച്ചിട്ടുള്ളത്, നമുക്ക് യേശുക്രിസ്തുവിൻ്റെതുപോലെയുള്ള ശരീരമാണ് കിട്ടുന്നത് അല്ലേ? അതെ. അപ്പൊ നമുക്ക് സഞ്ചരിക്കാൻ വാഹനമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് പെട്ടെന്ന് അമേരിക്ക പോകണമെങ്കിൽ പോയിട്ട് വരാം അല്ലേ? എവിടുത്തെ കാര്യമാ? നിത്യതയിലെ പറയുന്നേ. അല്ല, ഞാൻ പറയുന്നതല്ല, ചിലർ പഠിപ്പിക്കുന്നതിനെ പറ്റി. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിത്യതയിലെ കാര്യം, കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയ ശേഷം ഈ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പോലെ ആകാശഭൂമികൾക്കൊക്കെ മാറ്റം വന്ന് ഭാവികാല നിത്യത, ആ സമയത്തെ കാര്യം പറയുമ്പോഴും
ഈ മനുഷ്യന്റെ മനസ്സിൽ ഒതുങ്ങിക്കിടക്കുന്നത് എവിടെയാ? ഭൂമിയിലെ സ്വപ്നമായിട്ട് കിടക്കുന്നത്, ആ ചോദിക്കുന്നവരുടെ ഉള്ളിൽ കിടക്കുന്നത് അമേരിക്കയാ. അന്ന് അമേരിക്ക ഉണ്ടോ? ഉണ്ടാവുമോ? ഇല്ല. ഈ പ്രപഞ്ചമേ കാണില്ല എന്നതുപോലെ നിത്യതയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോഴും, പുതിയ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് അതിൽ ഉള്ള ഒരു ചോദ്യമായി ഇപ്പം അച്ഛൻ ചോദിച്ചത്, ആ പുതിയ യെരൂശലേമിന്റെ വലിപ്പം, അതിൻ്റെ സൈസ്, അതിൽ ഇത്രയധികം വിശുദ്ധന്മാർ എത്തിയാൽ, ഇത്ര കോടി വിശുദ്ധന്മാർ അതിലെത്തിയാലും അതിലെ മുഴുവൻ സ്ഥലങ്ങളെയും തുല്യമായി വിഭാഗിച്ചാൽ ഇത്ര ഏക്കർ വെച്ച് ഒരാൾക്ക് കിട്ടും എന്നുള്ള ഒരു, അതും ഭൗതികാധിഷ്ഠിതമായ ഒരു പഠിപ്പീരാ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം എടുത്തു പറയുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ ഭാഗം എടുത്തു പറയുന്നത്, പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം ഒരു സ്ഥലത്തെയോ ഒരു വസ്തുവിനെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. അതിലുപരി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിലാണ്. പക്ഷേ നമ്മുടെ പ്രസംഗകർക്കും എഴുത്തുകാർക്കും ഉൾപ്പെടെ അത് ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ കഴിഞ്ഞാൽ പോലും കേൾവിക്കാർക്ക് ഒരു പ്രത്യേക വിഭ്രതി നൽകാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെക്കാളിലും അവിടെയുള്ള വസ്തുക്കൾക്ക് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിലുള്ള അപാകത. ശരിയാ, പുത്തനാം യെരൂശലേം, പുതിയ ഭൂമി, പുതിയ ആകാശം എല്ലാം വസ്തുനിഷ്ഠമാണ്, മെറ്റീരിയലാണ് അതെല്ലാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു സാന്നിധ്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെയും ന്യായവിധികളെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, വാട്ട് മേക്സ് hell is not the things present there, but something that is absent there. What makes heaven is not the things absent there, but what is present there. ഓർക്കുന്നുണ്ടാവുമല്ലോ, നരകത്തെ നരകമാക്കുന്നത് അവിടെ ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളല്ല. നരകത്തെ നരകമാക്കുന്നത് അവിടെ അവിടെ ഇല്ലാത്ത ഒരു കാര്യമാണ്, ദൈവസാന്നിധ്യത്തിന്റെ പോരായ്മ. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടെ ഇല്ലെന്ന് പറയുന്ന കാര്യങ്ങളല്ല. കണ്ണീരില്ല, നെടുവീർപ്പില്ല, മരണമില്ല എന്നൊക്കെ നമ്മളിപ്പോൾ 21 അധ്യായത്തിൽ 4-ാം വാക്യം തൊട്ട് പഠിക്കുന്നുണ്ടത്. അപ്പൊ അവിടെ ഇല്ലെന്ന് പറയുന്ന കാര്യങ്ങളല്ല സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. പക്ഷേ അവിടെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ എഴുത്തുകാരോ പാട്ടുകാരോ പ്രസംഗകരോ അധ്യാപകരോ ഒക്കെ അതിന്, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടത്ര ഊന്നൽ നൽകുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കേരള പെന്തക്കോസ്തുകാരായ സഹോദരിമാരുടെ തന്നെ വിഷയമെടുക്കാം. പലർക്കും ഇന്ന് ഞങ്ങൾ ചില ദേവദാസന്മാര് ഒരു സഭയെപ്പറ്റി പറയുന്നത് കേട്ടു. അടുത്തടുത്തുള്ള ഒരേ സംഘടനയുടെ 2 സഭകൾ. അതിൽ ഒന്നിനെക്കുറിച്ച് പറഞ്ഞു, അത്
ഒരു സംഘടന രണ്ടും ഒന്നാണ്. പറയുന്നു അത് ഒരു ന്യൂ ലൈഫ് സോ ആൻഡ് സോ ചർച്ച്, ഇത് ന്യൂ ലൈഫ് അല്ലാത്ത ഒരു ചർച്ച്. എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കേട്ടപ്പോൾ എടുത്ത് ചോദിച്ചു എന്താ. അപ്പൊ പറഞ്ഞു ന്യൂ ലൈഫ് ചർച്ച് എന്ന് പറഞ്ഞത് ഇന്ന സംഘടനയുടെ തന്നെയാ, പക്ഷെ അവിടെ ആഭരണധാരികളാണ് അധികവും. എന്നാൽ ഇപ്പുറത്ത് അവിടെ ആഭരണധാരണം അനുവദിക്കുന്നില്ല. ഒരേ സംഘടനയുടെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഇടയിലും, നമ്മുടെ പെന്തക്കോസ്ത്, കേരള പെന്തക്കോസ്തുകാർക്കിടയിലും ആഭരണം ധരിക്കണമെന്ന് ആഗ്രഹമുള്ള ധാരാളം പേരുണ്ട്. ആഭരണം ധരിക്കാത്തവർ ആശ്വസിക്കാറുള്ള ഒരു കാര്യം, ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ സാധനത്തെ ചവിട്ടി നടക്കാൻ പോവുകയാണ്. കാരണം അവിടുത്തെ സ്ട്രീറ്റ്സ്, അവിടുത്തെ തെരുവീഥികൾ തനി തങ്കം കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് കാരണത്താലോ അല്പം ചെമ്പ് കലർന്ന സ്വർണം പോലും ധരിക്കാൻ അനുവദിക്കാതിരിക്കുമ്പം ഇവരെ ആ ഒരു നിലയിലൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പ്രസംഗകർ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്കവിടെ തങ്കത്തെരുവീഥിയിൽ നടക്കാൻ സാധിക്കും. ഇവിടെ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അവിടുത്തെ ഈ പറഞ്ഞ ബംഗ്ലാവുകൾ, യേശു കർത്താവും പറഞ്ഞത് അങ്ങനെയാണല്ലോ, മാൻഷൻസ് എന്ന. യോഹന്നാൻ 14:3 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് മാൻഷൻസ് എന്ന്. ബംഗ്ലാവുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നൊക്കെ നിലയില്ല. അപ്പോൾ ഇവിടെ കഷ്ടവും നഷ്ടവും ഞെരുക്കവും ഒക്കെ അനുഭവിച്ചവർ അവിടെ കിട്ടാൻ പോകുന്ന ഇതുപോലെയുള്ള സംഗതികളെ കുറിച്ച് സ്വപ്നം കണ്ടുപോയി. അങ്ങനെ സ്വപ്നം കാണിച്ചുപോയി. എന്നാൽ അതിനേക്കാൾ കവിയുന്ന കുഞ്ഞാടിന്റെ സാന്നിധ്യത്തെ നമ്മൾ അവഗണിക്കുന്നു. ഇത് പ്രസംഗകരുടെയും എഴുത്തുകാരുടെയും പ്രശ്നമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ. തങ്കത്തെരുവീഥി, തിരുവഴുത്ത് അങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെയാ. രത്നവും മുത്തും ഒക്കെയാണ് അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ. ഒക്കെ ശരിയാണെങ്കിലും അതൊന്നുമല്ല നമ്മുടെ ആകർഷണവും നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളും എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തിന് അല്പം ഊന്നൽ കൊടുത്ത് സംസാരിച്ചതും സംസാരിക്കുന്നതും. The heavens and the earth will pass away, but the word of God will stand forever. Does this apply here? Of course. ഈ പ്രപഞ്ചത്തിന്റെ, that is again a prediction Jesus Christ himself gave us in Matthew 5, that this universe is destructible, will be destroyed, will pass away, but God's word will persist forever. It's applicable, of course, here. I had seen that question last night, but by the time our meeting was ended and you had left, and therefore I could not. Thank you for asking again. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ വിഷയത്തിന് ഊന്നൽ നേരത്തെയും കൊടുത്തിട്ടുള്ളത്, ഇപ്പോഴും കൊടുക്കുന്നത്. കാരണം നമ്മുടെ ദൃഷ്ടികൾ ഈ ഭൗതിക കാര്യങ്ങളിൽ, സ്വർഗത്തിലായാൽ പോലും ഭൗതിക കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കരുത്.
ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ ദുഃഖം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ജയകുട്ടൻ ചോദിച്ച കാര്യം, നിത്യതയോടുള്ള ബന്ധത്തിലും പറയുമ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിലും പറയുമ്പോൾ ഈ ഭൗതിക വസ്തുക്കളെ ഊന്നി പറയുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 1 വർഷമായി കാണും, ഞാനും ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ദൈവദാസനും കൂടെ, അദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എനിക്കൊന്ന് ഞങ്ങൾ പാസ്റ്റേഴ്സ് കൂടി വന്നിങ്ങനെ കാഷ്വലായിട്ട് ചില ആത്മീയ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഏറ്റവും വലിയ പ്രോസ്പെരിറ്റി, ഏറ്റവും വലിയ ഭൗതികവാദം സ്വർഗത്തെക്കുറിച്ചുള്ള പഠിപ്പീരാണ്. സാർ ഇത്രയും പറഞ്ഞു, വേറെ വിശദീകരണം ഒന്നും അദ്ദേഹം കൊടുത്തില്ല. ഒരു മാസ്റ്റേഴ്സ് കോഴ്സിലാണ്. അതുകൊണ്ട് ഈ മാസ്റ്റേഴ്സിന് വന്നിരിക്കുന്നവരെല്ലാവരും കുറെ വർഷങ്ങളൊക്കെ പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്തിട്ട് വന്നിട്ടുള്ള പാസ്റ്റർമാരാണ്. പ്രസംഗകരും പാസ്റ്റേഴ്സും ഒക്കെ ഇരിക്കുന്ന ഒരു മാസ്റ്റേഴ്സ് കോഴ്സിന്റെ തിയോളജിയിലെ മാസ്റ്റേഴ്സ് കോഴ്സിന്റെ ക്ലാസ്സിലാണ് ഈ അധ്യാപകൻ ഈ കാര്യം പറഞ്ഞത്. മറ്റൊന്നും വിശദീകരിച്ചില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. എൻ്റെ സ്നേഹിതനായ, എന്നോട് സംസാരിച്ച ഈ ദൈവദാസൻ, എൻ്റെ കൂട്ടു ദൈവദാസൻ, ഇദ്ദേഹത്തിന് ഭയങ്കര ആശയക്കുഴപ്പം. എന്താ ഇദ്ദേഹം ഈ പറഞ്ഞിട്ട് പോയി? പുറകെ നടന്ന് പല പ്രാവശ്യം ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്ന കാര്യമാണ്. നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത്, നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ ഫലഭൂയിഷ്ഠതയുടെ സുവിശേഷം എന്ന് പറയുന്നത്, ഭൗതികവാദ സിദ്ധാന്തം എന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള പഠിപ്പീരാണ്. ചോദിച്ചപ്പോഴാ പറഞ്ഞത്, എന്താ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്? ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലുള്ള കാര്യമല്ലേ? അവിടുത്തെ വീഥികൾ തങ്കം കൊണ്ടുള്ളത്, ആ വീടിൻ്റെ തൂണുകൾ, ഗോപുരങ്ങൾ, അടിസ്ഥാനം ഒക്കെ എന്തോ കൊണ്ടുള്ളതാ? വിവിധതരം രത്നങ്ങളാ. നമ്മുടെ ലോകത്തിലെ രത്നവ്യാപാരികൾ, ഡയമണ്ട് ഡീലേഴ്സ് പോലും ഇതുവരെ ഒരുപക്ഷെ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള ഡയമണ്ട്സ് കൊണ്ടാണ് പുതിയ യെരുശലേം നിർമ്മിക്കപ്പെടാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, വാടക വീട് പോലും കിട്ടാതെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്നവർക്ക് എന്തൊരു സന്തോഷം. എങ്ങനെയും അവിടെ ഒന്ന് ചെന്നാ മതി. ഒരു പിക്നിക്കിന് പോലും പോകാൻ ഒക്കാത്തവർക്ക് ആ സുന്ദര ലോകത്തിൽ ഒന്ന് ചെന്ന് കറങ്ങണമെന്നൊരു മോഹം. എന്നാൽ ഈ പറയുന്നവരാരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഊന്നി പഠിപ്പിക്കാറില്ല. അപ്പോൾ ഈ കേൾക്കുന്നവരുടെ അകത്ത് വന്നുകൂടുന്ന കാര്യം, എങ്ങനെങ്കിലും ആ പുതിയ യെരുശലേമിലൊന്ന് എത്തണം, ഒന്ന് കറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ കാണണം. ഇവിടെ ധരിക്കാൻ കഴിയാത്തത് ചവിട്ടിയായാലും ഒന്ന് നടക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, താജ്മഹലിലൊക്കെ സായിപ്പന്മാര് കാണാൻ വന്നിട്ട് അവിടെയുള്ള ഗൈഡുകൾ ആ താജ്മഹലിന്റെ ഭിത്തിയിൽ പതിച്ചിരിക്കുന്ന വിശേഷതരം മാർബിളുകളെ, അതിനകത്തൂടെ ലൈറ്റൊക്കെ പ്രകാശം എങ്ങനെ സഞ്ചരിക്കുന്നു എന്നൊക്കെ ടോർച്ചടിച്ചും ഒക്കെ കാണിക്കുന്നത്. നമ്മളൊക്കെ പോയി കണ്ടു കേട്ടോ, ഇതാന്നത് താജ്മഹൽ, വെറുതെ ആണല്ലോ ടിക്കറ്റ് എടുത്തെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാർ പോകും. എന്നാൽ ഇവരൊക്കെ
ഒരു ദിവസം മുഴുവനും അവിടെ തങ്ങി നിന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പം ഈ രത്നങ്ങളും മുത്തുകളും ഒന്നും കണ്ടിട്ടില്ലാത്തത് അതൊക്കെ ഒന്ന് ചുരണ്ടി തടകി ഒക്കെ നിൽക്കണമെന്നൊരു മോഹം പലരുടെയും ഉള്ളിൽ ജനിക്കും. അപ്പൊ സ്വർഗത്തിൽ പോകാനും ഈ പ്രസംഗം കേൾക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഒരുതരം ലസ്റ്റാണ്, മോഹമാണ്. എന്തിനോട്? ഈ ഭൂമിയിലെ ഈ വിലയേറിയ കുറെ കാര്യങ്ങളോട്. ഈ രത്നവും മുത്തും തങ്കവും ഒക്കെ വിലയുള്ളത് എവിടെയാ? ലോകത്തെ മാത്രം. ഇവിടെ മാത്രം ഉള്ളതിനൊക്കെ വില. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നോ? ദൈവത്തിന് ഒരു ചെലവുമില്ലാത്ത കെട്ടുപണിയാണിതെല്ലാം. ദൈവത്തിന് ഒരു ചെലവുമില്ലാത്ത സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും ഒക്കെ. ഇപ്പോഴത്തേതായാലും പണ്ടത്തെ ആയാലും ഇനി വരാൻ പോകുന്നതായാലും. Yesterday also I have told you God costs nothing for the preparation of this universe, including the New Jerusalem. God costs nothing. He spent nothing. Even the diamonds and the pure transparent gold with which even the streets of the New Jerusalem are built, everything were created just with the word let there be. God had to spend nothing. ഈ വിലയേറിയ മുത്തുകൾ കൊണ്ടുള്ള രത്നങ്ങൾ കൊണ്ടുള്ള പുതിയ യെരുശലേം ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ടാക്കാൻ ദൈവത്തിന് ഒരു ചെലവുമില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്ന കുറച്ച് സാധനങ്ങൾ, അത്രേ ഉള്ളൂ. അതേസമയം നമ്മളോ? സ്തോത്രം. But instead of we the saints, ദൈവത്തിന് ചെലവെല്ലാം വന്നോ? He gave us all. Yes. Everything. He had to give everything he had, all things he possessed. Finally, himself, തന്നെ തനിക്കുള്ളത് മുഴുവനും കൊടുത്താണ്, വില കൊടുത്താണ് നമ്മെ, വിശുദ്ധ സഭയെ, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ദൈവം വാർത്തെടുത്തത്. സ്തോത്രം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പം സാധു പാടിയതുപോലെ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, അവിടെ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, നമ്മളവിടെ ചെന്നാൽ ഈ പറയുന്നത് പോലെ അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം ദൈവം തൻ്റെ മുഴുവനും തന്ന് വിലയ്ക്ക് വാങ്ങിയ നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാം വിലയായി നൽകിയ കർത്താവിനേക്കാൾ വലുതായി ഒന്നും നമുക്ക് തോന്നില്ല. സ്തോത്രം. നാം ആ കാഴ്ചപ്പാടിൽ നിൽക്കണം. അതല്ലാതെയുള്ള പ്രസംഗങ്ങളും പഠിപ്പീരുകളും വേദപുസ്തക സത്യത്തിൽ നിന്നും നമ്മെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ആ സാറ് പറഞ്ഞത് ഏറ്റവും വലിയ ഭൗതികവാദം സ്വർഗത്തെക്കുറിച്ചുള്ള പഠിപ്പീരാണ്. The utmost prosperity theology or teaching is the teaching about the heaven, the New Jerusalem. Because preachers present this New Jerusalem as the utmost goal of our lives. Not at all. Not at all. Christ and his presence. Praise God.
Nothing else. അതുപോലെ തന്നെയാണ് നമ്മുടെ ആൾക്കാർ ക്രൂശിനെ കുറിച്ചും പറയുന്നത്. വളരെ വിഷമം തോന്നിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. നമ്മളും കൂടെയൊക്കെ ഇരിക്കുന്ന ചില തിരുവത്താഴ സമയത്തൊക്കെ ക്രൂശിനെ കുറിച്ച് തിരുവത്താഴ സമയത്ത് പോലും പ്രസംഗിക്കുന്നത് ഭൗതികാധിഷ്ഠിതമായിട്ടാണ്. യേശു ക്രൂശിൽ മരിച്ചത് നിനക്കെല്ലാം തരാൻ വേണ്ടിയായിരുന്നു, നിന്നെ അവകാശിയാക്കാൻ വേണ്ടിയായിരുന്നു. ഭൗതികാധിഷ്ഠിതമായിട്ടാണ്. അരുത്. സ്തോത്രം. വേറെ എന്തെങ്കിലും ഇതും വ്യക്തമായോ? എങ്കിൽ ശരി, ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നമ്മൾ പറയാൻ ഒക്കാതെ പോയ ആ ഭാഗങ്ങളും കൂടെ നമുക്ക് പരിചയമുള്ളതാണ്. ഇന്നലെ നമ്മൾ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങിയ, അതായത് പുതിയ നിയമത്തിൽ എന്തെങ്കിലും വസ്തുക്കളോ സ്ഥലങ്ങളോ അല്ല നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. നമുക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം, പുതിയ നിയമസഭയ്ക്കുള്ള, വിശുദ്ധന്മാർക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം വ്യക്തി അധിഷ്ഠിതമാണ്. അതായത് ക്രിസ്താധിഷ്ഠിതമാണ്. The utmost promise, inheritance, blessing for the saints, especially in the New Testament, is not based on things like this pure gold and diamonds, etc., or places as the new heaven, new earth, or even the new Jerusalem. But our promise, our inheritance, everything is founded on a person. So we can say Christocentric promises and inheritances. Christocentric. ക്രിസ്താധിഷ്ഠിതമായ അവകാശവും വാഗ്ദത്തങ്ങളുമാണ് നമുക്കുള്ളത്. അതായിരുന്നു നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത്. കർത്താവ് തന്നെ നമുക്ക് തന്ന വാഗ്ദത്തമാണ് നമ്മൾ ഇന്നലെ കണക്കാക്കിയത്. യോഹന്നാൻ 14:3 വാക്യം. John 14:3. ഞാൻ നിങ്ങൾക്കായിട്ട് And if I go and prepare a place for you, I will come again and will take you to myself, that where I am, you may be also. സ്തോത്രം. Where I am, there you also will be. Then what shall I do? I will come and take you to myself. Yeah. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. അപ്പോൾ അവിടെ തന്നെ ആ 2 പദങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. സ്തോത്രം. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I will take you to myself. എന്തൊരു മനോഹരമായ പ്രയോഗ. To myself. Not to the New Jerusalem. Of course, it may be. It will be. But that place is of least importance. Least importance. നമ്മുടെ ഇടയിൽ തന്നെ ഒരു കല്യാണം ആലോചിക്കുമ്പം പെൺകൊച്ചിനെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തില്ല.
പെണ്ണ് കാണാൻ പോവുകയുള്ളൂ. ചെറുക്കൻ്റെ വീട് കാണാൻ പോകുന്നതും പെണ്ണൊഴികെ ബാക്കി എല്ലാവരും കൂടെ. എന്നാൽ ഈ പെൺകൊച്ചിനാണ് ആ വീട്ടിൽ താമസിക്കേണ്ടത്. ആ കൊച്ചിനോട്ട് കൊണ്ടുപോകത്തുമില്ല. അതുകൊണ്ട് ഇപ്പോഴൊക്കെ ചില ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. ചെറുക്കൻ്റെ വീട് കാണാൻ പോകുമ്പം പെണ്ണിനെ കൊണ്ടുപോകണം. കാരണം അവൾക്ക് അവിടെ പോയി താമസിക്കേണ്ടത്. വളരെ ന്യായമായ ഒരാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചില പ്രസംഗവേദികളിലും നമ്മുടെ കല്യാണ വേദികളിലും അങ്ങനെ പ്രസംഗിച്ച് കേട്ടു തുടങ്ങി. എനിഹൗ, ഇപ്പോഴത്തെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് പെണ്ണിനെ കൊണ്ടുപോകത്തില്ല. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചിലപ്പോൾ ചർച്ചിൽ നിന്നും ഒക്കെ ആൾക്കാർ പോവും, കാണും. എന്നിട്ട് ചിലരൊക്കെ ഒന്ന് പറയും, എടിയ വീടൊന്ന് കാണണം, അവിടുത്തെ അടുക്കള, ഓ അവിടുത്തെ ആ ടൈൽസ്, ഒരു ബാത്റൂം, ഗാർഡൻ, ഇതൊക്കെ പറയുമ്പോ ഈ കൊച്ചിങ്ങനിരുന്ന് വീർപ്പ് മുട്ടുക. ഒടുവിൽ ചെല്ലുമ്പോ പറയും, ഇതൊക്കെ നിർത്തിയിട്ട ചെറുക്കനെ കുറിച്ച് വല്ലൊന്ന് പറയാം. എത്ര മനോഹരമാണ് ആ വീടെങ്കിലും. ആ കല്യാണം കഴിഞ്ഞിട്ട് ആ പെൺകൊച്ചു പോയിട്ട് അടുക്കളയിലും ടൈൽസിലും ബാത്റൂമിലും ബാത്ടബിലും ഒക്കെ പോയി ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണോ എന്ന് വല്ലതും നോക്കുവോ? ഇല്ല, അവൾക്കതൊരു വിഷയമല്ല. ചിലപ്പോൾ ആ ചെറുക്കൻ 10 ദിവസത്തെ അവധിക്ക് വന്നായിരിക്കും അവിടെ താമസിക്കുന്നത്. 10 ദിവസത്തെ അവധിക്ക്. കല്യാണം കഴിഞ്ഞ് 10ാം ദിവസം ഈ വീട്ടിൽ നിന്ന് ഇവളെയും കൊണ്ട് ഇവൻ പോകുന്നത് വേറെ എവിടെയെങ്കിലും, ബോംബെ പോലുള്ള എവിടെയെങ്കിലും വന്നിട്ട് ഒരു വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ചിലപ്പോൾ ഒരു 400 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിനകത്ത് എല്ലാം കൂടെ ഉള്ള ഒരു വീട്. ഇതല്ല എന്നെ കാണിച്ചതെന്നും പറഞ്ഞ് ഈ പെണ്ണ് തിരിച്ചു പോയ മറ്റേ വീട്ടിൽ നിൽക്കുവോ? അവൾക്കതൊരു വിഷയമല്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവൻ, പ്രിയതമൻ എവിടെയോ അവിടെയാണ് എനിക്ക് സ്വർഗം. So Christ has promised us to take us to himself. Wherever he will be, we also will be. John 12:26, 12:26 വാക്യം. If anyone serves me, he must follow me, and where I am, there will my servant be also. If anyone serves me, the Father will honor him. If anyone serves me, let him follow me. Where I am, he also will be. ഒരുവൻ എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിച്ചാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. With Christ, this is the key theme. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ. സ്തോത്രം. എല്ലാവരും മറന്നോ എന്നെനിക്കറിയില്ല. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായി നമ്മൾ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരു പക്ഷേ മറന്ന് കാണാൻ സാധ്യതയുണ്ട്. ഇല്ല, ഉണ്ട്. വെരി ഗുഡ്. We used to have a slogan of Christian hope. മറന്നിട്ടില്ല, ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. വെരി ഗുഡ്. എന്നാ ഒന്നും പറഞ്ഞാൽ കുഴപ്പമില്ല, മറന്നുപോയവർക്കും കൂടെ ഒന്ന് ഓർത്തെടുക്കാം. നമ്മുടെ കർത്താവ് വരും,
നമ്മെ കൊണ്ടുപോകും. നാം അവനോട് സദൃശരായിത്തീരും. ബാക്കി മറ്റുള്ളവർ പറ. നാം അവനോട് കൂടെ ഇരിക്കും. നാം അവനെ പോലെ സദൃശന്മാരാകും. അത് രണ്ടാമത് പറഞ്ഞു. Very good. Our Lord Christ will come again. നമ്മുടെ കർത്താവ് വീണ്ടും വരും. He will take us with him. കർത്താവ് നമ്മെ തൻ്റെ കൂടെ കൊണ്ടുപോകും. അവൻ നമ്മെ കൂടെ കൊണ്ടുപോകും. We will be with him. നാം അവനോട് കൂടെ ഇരിക്കും. We will be like him. നമ്മൾ അവനോട് സദൃശന്മാരാകും. We will see him as he is. കർത്താവായിരിക്കുന്നത് പോലെ നാം അവനെ കാണും. And sixth one, we will inherit him, or we will have him as our eternal inheritance, or we will inherit him eternally. നാം നമ്മുടെ കർത്താവിനെ തന്നെ നമ്മുടെ നിത്യ അവകാശമായി പ്രാപിക്കും. സ്തോത്രം. മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. വേറെ എങ്ങും പറയണ്ട, നമ്മോട് തന്നെ പറയാം. കർത്താവിനോട് നമുക്ക് പറയാം. നമ്മുടെ പ്രത്യാശയെ നമുക്ക് പുതുക്കാം. അങ്ങനെ സ്തോത്രം. വ്യക്തമാണല്ലോ? Any questions so far? ശരി. അപ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞ 3 കാര്യങ്ങൾ: ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. 2, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 3, എൻ്റെ ശുശ്രൂഷക്കാരൻ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കും. സ്തോത്രം. അടുത്തത് നാം കൊലോസ്യർ 3:4 വാക്യത്തിൽ, Colossians 3:4. When Christ, Yes, brother, you can read. okay, when Christ, who is our life, appears, then you also will appear with him in the glory. When Christ, our Lord, will appear in his glory, we also will be with him. We also will appear along with our Lord in glory. നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അവനോട് കൂടെ. സ്തോത്രം. With him. With him. 1 Thessalonians 4:16-17. 1 തെസ്സലോനിക്കർ 4:16-17 നമുക്കറിയാം. എന്നാലും ഒന്ന് വായിച്ചോളൂ. For the Lord himself will descend from heaven with a shout, with the voice of an archangel, with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and thus we shall always be with the Lord. Praise God. സ്തോത്രം. കണ്ടോ? There also we see 2-3 things.
There Paul says, in this manner we will be with the Lord. How long? Always. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെയിരിക്കും. Praise God. Praise God. And we will be caught up in the air. We will be caught up in the air to meet the Lord in the clouds. So meeting the Lord, being with the Lord, കർത്താവിനോട് കൂടെ ഇരിക്കുക, കർത്താവിനെ എതിരേൽക്കുക, ഇതാണ് പ്രധാനം. സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം ഇതാ. 1 John 3 verse 2, 1 യോഹന്നാൻ 3:2. വേഗം വേഗം. പ്രിയമുള്ളവരെ, Beloved, now we are children of God, and it has not yet been revealed what we shall be, but we know that when he is revealed, we shall be like him, for we shall see him as he is. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ നാം ഇരിക്കും പോലെ കാണും, നാം അവനോട് സദൃശന്മാരാകും. We will see our Lord as he is, and we shall be like him. നാം അവനോട് സദൃശന്മാരാകും. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നത് എന്താ? വെളിപ്പാട് 3:20 നമുക്കറിയാമല്ലോ. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും I will come into him and eat with him and he with me. സ്തോത്രം. Be with me. Even in this life, the most important thing is to be with the Lord, fellowship and communion with Christ. ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. ക്രിസ്തുവിനോട് കൂടെ. Verse 21 also, 21 വാക്യവും കൂടെ. The one who conquers, I will grant him to sit with me on my throne, as I also conquered and sat down with my Father on his throne. സ്തോത്രം. അവിടെയും എന്താ വിഷയം? The overcomers will share my throne with me. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സ്തോത്രം. Revelation 21 verse 3, 21:3. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. ഇവിടങ്ങളിലും നാം കാണുന്നത് ദൈവത്തോടു കൂടെ,
22 verse 3. 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ കാണും. അവർ അവന്റെ മുഖം കാണും. അവർ അവന്റെ മുഖം കാണും. ഇവിടെ എല്ലാം നാം കാണുന്നത് പുതിയ യെരൂശലേമുണ്ട്, അവിടുത്തെ എല്ലാ മനോഹരമായ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ സ്തോത്രം, നമുക്കവിടെ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ കർത്താവിനെ തന്നെയാണ്. സ്തോത്രം. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് I will take you to myself. എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്തുകൊള്ളും. മറ്റൊരു പ്രയോഗമാണ് വിത്ത് ക്രൈസ്റ്റ്, വിത്ത് ദ ലോർഡ്. ഇവിടെ എല്ലാം നമ്മൾ ആവർത്തിച്ച് കണ്ടതാണ്. കർത്താവിനോട് കൂടെ ഇരിക്കുക, കർത്താവിനോട് കൂടെ ഇരിക്കുക. സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ സാധാരണ വായിക്കാറുള്ളതാണല്ലോ. Ephesians 5, 25, 26, 27. There also we see Christ may present the church to himself. സഭയെ ക്രിസ്തു ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. സ്തോത്രം. തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. പ്രസന്റ് ടു ഹിംസെൽഫ്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ അകത്തുണ്ടാകണം. ഭൂമിയിലാകട്ടെ, സ്വർഗത്തിലാകട്ടെ, ഇപ്പോഴാകട്ടെ, നിത്യതയിലാകട്ടെ, നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വിലയേറിയ വാഗ്ദത്തം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്, കർത്താവിനോടൊപ്പമുള്ള വസ്തുതയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, the utmost promise the Lord has given is Christ himself. കർത്താവിനെ തന്നെയാണ് നമുക്ക് ലഭിപ്പാൻ പോകുന്നത്. He is our eternal inheritance. നമ്മുടെ നിത്യാവകാശം നമ്മുടെ കർത്താവ് തന്നെയാണ്. സ്തോത്രം. Praise God. ഇതിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് നാം തൃപ്തരാകരുത്. ഇതിൽ കുറഞ്ഞ ഒന്നിനും വേണ്ടി സ്വർഗത്തിൽ പോകാൻ കൊതിക്കുകയും ചെയ്യരുത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? Any questions? ശരി, ചോദ്യങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്തോത്രം. നമ്മളിവിടെ കാണുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, now the time is over. സ്തോത്രം. Eternity starts. കാലം കഴിയുന്നു, നിത്യത ആരംഭിക്കുന്നു. Here is the commencement of eternity. നിത്യതയുടെ തുടക്കമാണ് നാം ഇവിടെ കാണുന്നത്. കാലം കഴിഞ്ഞു.
നമുക്കറിയാമല്ലോ, സ്തോത്രം, നിത്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതിൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇല്ലേ? അനക്കൊന്നുമില്ല. അവസാനമില്ലാത്ത വാസം ദൈവത്തോട് കൂടെ. സ്തോത്രം. നിത്യത. Eternity means a timeless existence. A timeless existence. Something beyond the concept of going beyond time. സമയത്തിന് അതീതമായ ഒരാശയമാണ് നിത്യത എന്ന് പറയുന്നത്. സ്തോത്രം. It is a concept of beyond the time or beyond the time limits. സ്ഥലകാലങ്ങൾക്ക് അതീതമായ ഒരു വസ്തുതയാണത് നിത്യത. നിത്യതയുടെ നിർവചനം നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർമ്മ കാണുമല്ലോ. അനാദിയായും ശാശ്വതമായും. സ്തോത്രം. The definition of eternity is Psalms 90 verses 1 and 2. അനാദിയായും ശാശ്വതമായും ഉള്ളത്. അനാദിയായും ശാശ്വതമായും ഉള്ളത്. സ്തോത്രം. Which has no beginning and no end. തുടക്കവും ഒടുക്കവും ആരംഭവും അവസാനവും ആദിയും അന്തവും ഇല്ലാത്തത്. സ്തോത്രം. ഈ നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. God's eternity and human's eternity. ദൈവത്തിന്റെ നിത്യതയും മനുഷ്യന്റെ നിത്യതയും രണ്ട് കാര്യങ്ങൾ. ദൈവത്തിന്റെ നിത്യതയാണ് ശരിയായ നിത്യത. എന്ന് വെച്ചാൽ നമ്മൾ സങ്കീർത്തനം 90 കാണുന്നത് പോലെ അനാദിയായും ശാശ്വതമായും ഉള്ളത്. Which exists from beyond time to beyond time, before time to beyond time, everlasting to everlasting. അനാദി മുതൽ അനന്തത വരെ നിലനിൽക്കുന്നത്, അനാദി മുതൽ അനന്തത വരെ ഉള്ളത്, ഉണ്ടായിരിക്കുന്നത്. Which is always in present tense, to be. Always in present tense. എക്കാലത്തും വർത്തമാനകാലത്തിൽ അറിയപ്പെടുന്ന, ആയിരിക്കുന്നത് എന്നാണ് നിത്യൻ അല്ലെങ്കിൽ നിത്യത എന്നതിൻ്റെ അർത്ഥം. ആയിരിക്കുന്നത്, ആയിരുന്നതല്ല, മേലിൽ ആകുന്നതുമല്ല, ആയിരിക്കുന്നത്. ടു ബി.
which is being. So in relation with God, eternity means the original definition of eternity, which is from everlasting to everlasting, before time to after time. സമയം ഇതിനിടയിൽ വന്നു ചേർന്ന ഒരു സംഗതിയാണ്. സമയത്തിനാണ് തുടക്കവും ഒടുക്കവും ഉള്ളത്. എന്നാൽ സമയാതീതമായതാണ് നിത്യത അല്ലെങ്കിൽ നിത്യം എന്ന് പറയുന്നത്. Which is eternal, is beyond time and space. സ്ഥലകാലങ്ങൾക്ക് അതീതമായതാണ്. സമയത്തിന്റെ തുടക്കത്തിന് മുമ്പേ ഉണ്ടായിരുന്നു, സമയം തീർന്നതിന് ശേഷവും ഉണ്ടായിരിക്കും. Which was from before time began, and which will again remain even after time is ceased to be. ഇതാണ് ദൈവത്തിന്റെ നിത്യത അല്ലെങ്കിൽ ദൈവത്തിന്റെ നിത്യത്വം എന്ന് പറയുന്നത്. In this way, ഈ അർത്ഥത്തിൽ എന്തൊക്കെയുണ്ട് നിത്യമായിട്ട്? In this way, in this manner, what all things are there eternal? The triune God. God. Okay, triune God. Anything else? His dwelling place. His dwelling place, that means heaven. What about word of God? ദൈവവചനം. ദൈവവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈബിൾ ആണോ? ബൈബിളല്ല. ബൈബിൾ നമുക്ക് കിട്ടിയ ഒരു മാത്രമേ ഉള്ളല്ലോ, അല്ലാതെ എഴുതപ്പെട്ടവല്ല. Yeah, right, you are right. Okay. His attributes, Pardon? God's attributes. Okay. So that's along with God himself. The saints. Saints. In short, we'll see in details, God willing, tomorrow. In one word, God is eternal. Again, the question, is the heaven eternal? നമുക്ക് No. ചിന്തിച്ചുകൊണ്ട് വരാം. നോ എന്ന് ഉത്തരം കിട്ടി. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, ചിലർക്കൊക്കെ ഓർമ്മ കാണും. ദൈവം ഉള്ളടോ ആ സ്വർഗം, അതെവിടെ ആയാലും. ഓക്കെ, എന്നാലും ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് വരിക. Now there is another thing also, eternity in relation with man. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നിത്യം എന്ന് പറഞ്ഞാൽ, അല്ലെ നിത്യത എന്ന് പറഞ്ഞാൽ എന്ത് എന്ന മറ്റൊരു ഘടകമുണ്ട്. അതും കൂടെ പറയാം. For man, eternity is not just as that with God, but for us, eternity is
an unending, unceasing existence. Unceasing existence. മരണമില്ലാത്ത, അന്തമില്ലാത്ത ഒരു ആസ്തികതയാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിത്യത എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. നിത്യനായ ദൈവം, നമ്മുടെ ദൈവം മാത്രം നിത്യൻ. സ്തോത്രം. ആ കർത്താവിനോട് കൂടെയുള്ള അവസാനിക്കാത്ത യുഗങ്ങൾ, ആ കർത്താവിനെ തന്നെ നമ്മുടെ നിത്യ അവകാശമായി പ്രാപിക്കുന്ന വളരെ മനോഹരമായ അനുഗ്രഹീതമായ അനുഭവങ്ങൾ, ആ വാഗ്ദത്തം ലഭിച്ചവരാണ് നാം. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ ആ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് മുൻപോട്ട് നമ്മുടെ ജീവിതം പ്രത്യാശയോടെ നയിപ്പാൻ, ആ പ്രത്യാശ നിമിത്തം ഇന്നുള്ള കഷ്ടങ്ങളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ, ഇല്ലായ്മകളെ മറികടക്കുവാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.